ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. ഇന്നത്തെ നല്ല അടിപൊളി വിശേഷമാണ് കേട്ടോ. അപ്പോൾ ഇത് രാധാമണി തങ്കച്ചിയുടെ അഭിനയം നേരത്തെ കാഴ്ചവെക്കുകയാണ്. എടാ മോനെ, നീ ഈ അമ്മയുടെ ചിതയ്ക്ക് തീ കൊടുക്കാൻ വേണ്ടിയിട്ട് അവൾ എൻ്റെ തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പം ഇങ്ങോട്ട് കെട്ടിയെടുത്തതെന്ന് എനിക്കറിയില്ലായിരുന്നു മോനെ. എനിക്കിപ്പോഴാണ് മനസ്സിലായത്. വേഗം ശേഖരൻ എഴുന്നേറ്റ് വന്നിട്ട്, അമ്മ എന്തിനാ ഈ കരയണത്? അമ്മ ഒരു തെറ്റ് ചെയ്തിട്ടില്ലല്ലോ. തെറ്റ് ചെയ്തത് ഞാനല്ലേ, ഞാൻ അനുഭവിച്ചോളാം. എല്ലാ ശിക്ഷയും ഞാൻ ഒറ്റയ്ക്ക് അനുഭവിച്ചോളാന്ന്. അമ്മ അതോർത്ത് പേടിക്കണ്ട കേട്ടോ. എടാ വാഷൗട്ട് ശേഖര, നിന്നെപ്പോലെ ഒരു മോനെ പറ്റതിൻ്റെ ശിക്ഷയാണ് നിൻ്റെ അമ്മ ഇപ്പം ഇത് അനുഭവിക്കാൻ പോണത്. അത് നീ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ രാധാമണി ഇതേണ്ട വിക്കി ആകെ ചുമച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ശങ്കർ വേഗം ചെന്ന് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്ന് കൊടുക്കുകയാണ് രാധാമണിക്ക്. അമ്മ ഇത് കുടിച്ചേ, ഇതാമ്മേ എന്ന് പറഞ്ഞ് കൈ പിടിപ്പിച്ചു. വേഗം തന്നെ അത് വാങ്ങിയിട്ട് ഒരൊറ്റ ഏറങ്ങ് വെച്ച് കൊടുത്തു രാധ. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് ഗൗരിയും മണിമുത്തശ്ശിയും മഹാദേവനും ശേഖരും ശങ്കറും ഒക്കെ നിൽപ്പുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ, നിനക്ക് ഇപ്പോഴാണോടാ എന്നെക്കുറിച്ച് ഓർമ്മ വരുന്നത്? നീ എനിക്ക് കുടിക്കാൻ വെള്ളം തരുന്നു അല്ലേടാ? വേണ്ട, അമ്മയ്ക്ക് കുടിക്കാനായിട്ട് വെള്ളമല്ല തരേണ്ടത്, കുറച്ച് വിഷമാണ് തരേണ്ടത്. നീ അത് കൊണ്ടെത്താ, ഞാൻ കുടിച്ചോളാം, സന്തോഷത്തോടെ കുടിച്ചോളാം. അങ്ങനെ ഞാനങ്ങ് അവസാനിക്കട്ടെ, അതാ നല്ലത് എന്ന് പറഞ്ഞു. നിന്നെ ഞാൻ എങ്ങനെയൊക്കെയാണ് നോക്കി നടത്തിയത്? എന്നിട്ടോ അമ്മയുടെ നാശം കാണാനായിട്ടാണ് നിൻ്റെ പെണ്ണ് ആഗ്രഹിക്കുന്നത്. എന്നിട്ട് ഇവള് കാരണം എനിക്ക് മരണത്തിൻ്റെ വക്കിൽ വരെ നീ പോയവനാ. നീ ഓർക്കുന്നുണ്ടോ? നീ ഓർത്തോ, ഇനിയും നിന്നെ ഇവള് ഈ അവസ്ഥയിൽ തന്നെ എത്തിക്കും, ഒരു സംശയം വേണ്ട. രാധേ, എന്തൊട്ടായിടി ഇത്? നീ അവനെ ശപിക്കുകയാണോ? ശാപമൊന്നുമല്ല, എൻ്റെ മനസ്സിൻ്റെ നീറ്റില വേദനയാ, അല്ലാതെ എന്താ ഇത്? ഇവൻ എനിക്ക് തന്നതിന് പോലെ ഒരു പണി അധികം വൈകാതെ നമ്മുടെ മോനും കൊടുക്കും, അത് ഉറപ്പാ. അല്ലെങ്കിൽ നോക്കിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് രാധ ഭയങ്കര പെർഫോമൻസ് കാഴ്ചവെക്കുകയാണ്. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം, അല്ലെങ്കിൽ പണി പാളുമെന്ന് നമ്മുടെ രാധാമണിക്ക് അറിയാം. ദേ മോനെ, നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇനിയെങ്കിലും അമ്മ മരിക്കുന്നതിന് മുന്നെങ്കിലും മോൻ ആ സത്യം മനസ്സിലാക്കണം എന്ന് പറഞ്ഞു. ഞാൻ നിരപരാധിയാണ്, സത്യമായിട്ടും ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ശങ്കർ എന്ന് പറഞ്ഞാണ്ട് ശങ്കറിൻ്റെ മുന്നിൽ ഇങ്ങനെ നിന്ന് കരയാണ് കേട്ടോ. അന്നപ്പോൾ ശേഖരനെ അടുത്തേക്ക് വിളിച്ചിട്ട്, അമ്മ അങ്ങ് വന്നേ, ഇവിടെ വാ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ പിടിച്ച് അവിടെ അടുത്തിരുത്താണ്. അപ്പം മണിമുത്തശ്ശി അടുത്തിരിപ്പുണ്ട് കേട്ടോ. ശങ്കർ ഇതിനോടൊന്നും ഇതുവരെ പ്രതികരിച്ചിട്ടേയില്ല. ശങ്കർ ഇങ്ങനെ നോക്കി നിൽക്കുന്നതല്ലാതെ കേട്ടോ. അപ്പോൾ ഗൗരി പതുക്കെ ശങ്കറിൻ്റെ അടുത്തേക്ക് ചെന്നു, ശങ്കറിൻ്റെ കയ്യെ പിടിച്ചു കേട്ടോ. അപ്പോൾ ശങ്കർ കൈ ഓർത്ത് വലിച്ചെറിഞ്ഞ പോലെ അല്ലെങ്കിൽ വിടിയിപ്പിച്ചിട്ട് വേഗം അങ്ങ് പോവുകയാണ്. അപ്പോൾ ഗൗരിക്ക് എന്തോ പോലെയായി. പിന്നെ കാണുന്നത് നമ്മുടെ കമലേനെയാണ്. അപ്പോൾ കമൽ ഇതേണ്ട റൂമിൽ കിടന്ന് ഉറങ്ങുകയാണ്. ഈ സമയത്ത് ശേഖരൻ അവിടെ ചെന്ന് ഈ അലമാരിക്കകത്ത് എന്തൊക്കെയോ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കമല വേഗം എഴുന്നേറ്റിട്ട്, ശേഖരേട്ടൻ എന്താ ഈ നോക്കണത് എന്ന് ചോദിച്ചു. ഞാനൊരു ഷർട്ടാണ് നോക്കണത്. അതെ, ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോവല്ലേ, കൊള്ളാവുന്ന ഒരു ഷർട്ട് നോക്കുക. അവിടെ ചാനലുകാരൊക്കെ ഉണ്ടാവുമല്ലോ, കുറച്ച് വൃത്തിയും മെനയുള്ള ഡ്രസ്സൊക്കെ ഇടാമെന്ന് വിചാരിച്ചു. അത്രയേ ഉള്ളൂ കമലെ എന്ന് പറഞ്ഞു. അപ്പോൾ കമലയുടെ അടുത്തേക്ക് നേരെ വീണ്ടും ചെല്ലുക. ഇനിയിപ്പോൾ കുറേ ദിവസത്തേക്ക് ഞാനും എൻ്റെ അമ്മയും ചാരങ്ങാട്ട് മുഴുവൻ ഫാമിലി ആയിരിക്കുമല്ലോ, മിക്കവാറും ചാനലുകളിൽ കൂടുതൽ. എൻ്റെ പൊന്നു കമലേ, ഞാൻ നിൻ്റെ അവസ്ഥയ്ക്ക് കാരണം ഞാൻ ഒരാൾ മാത്രമല്ലേ? പക്ഷേ അമ്മ എന്ത് തെറ്റാടി ചെയ്തത്? നീ പറ. അതിൽ നിന്ന് അമ്മയെങ്കിലും നിനക്ക് ഒഴിവാക്കാൻ പാടില്ലായിരുന്നോ? ഞാൻ ഒരുത്തൻ കാരണം എൻ്റെ ഈ പാവ അമ്മയും ശിക്ഷിക്കപ്പെടാൻ പോവല്ലേ? പറ കമലേ. ഇതൊക്കെ കാണുന്നതിലും ഭേദം ഞാൻ വല്ല ട്രെയിൻ മുന്നിൽ ചാടി ചാവുന്നതല്ലേ കമലേ? നീ പറ എന്ന് പറഞ്ഞ് ശേഖരൻ ആകെ ധർമ്മസങ്കടത്തിലാക്കി. എന്നിട്ട് അവനാണ് നിന്ന് കോക്രി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം മഹാദേവൻ അങ്ങോട്ടേക്ക് വന്നോ. എടാ കന്നാലി, നീ ഇതുവരെ റെഡി ആയില്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് പറഞ്ഞത്. എന്തടാ നീ ഒരുങ്ങിക്കെട്ടി കല്യാണത്തിന് വേണ്ടി പെണ്ണ് കൊണ്ടുവരാൻ വേണ്ടി പോവല്ല, പോലീസ് സ്റ്റേഷനിലേക്ക് കീഴടങ്ങാൻ പോവാ, മനസ്സിലായോ നിനക്ക്? ഒന്ന് വേഗം ഒന്ന് ഇറങ്ങാൻ നോക്കി നീ. നമ്മൾ എത്താനായിട്ട് വൈകിയാലുണ്ടല്ലോ പോലീസുകാരെ നേരെ ചാരങ്ങാട്ട് വീട്ടിലേക്ക് വരും. എന്നിട്ട് നിന്നെയും നിൻ്റെ തള്ളേനെയും ഈ മുറ്റത്തൂടി വലിച്ചഴിച്ചോണ്ട് പോകും. ഇനി ഞാൻ അതുകൂടെ കാണേണ്ടി വരുമോ ശേഖര? നീ വേഗം ചെല്ലാൻ നോക്ക് എന്ന് പറഞ്ഞു. എന്നിട്ട് കമലയുടെ അടുത്ത് ഇങ്ങനെ മഹാദേവൻ ഇരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് വളരെ സെൻറ്റിമായിട്ട് നോക്കിയിട്ട്, മോളെ കമലേ, നിനക്കിപ്പോൾ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമില്ല അച്ഛാ എന്ന് പറഞ്ഞു കമല. എന്ത് ചെയ്യാനാ മോളെ,
ആരോഗ്യമൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അതൊക്കെ നോക്കണം. മോക്കറിയാലോ, ദേ ഇവനുണ്ടല്ലോ, ഇവൻ നിന്നോട് ചെയ്തതൊന്നും അച്ഛൻ ഒരു കാലത്തും ക്ഷമിക്കില്ല കേട്ടോ. മോള് വിഷമിക്കേ വേണ്ട കേട്ടോ. ഇവൻ്റെ ഈ ക്രൂരത, ഇവരെ അങ്ങോട്ട് കൊന്നു കളഞ്ഞാലോ എന്ന് വരെ ഞാനൊന്ന് ആലോചിച്ച് നോക്കിയതാ. പക്ഷേ പിന്നെ ചിന്തിച്ചപ്പോൾ പിന്നെ എന്തിനാ മോളെ, വേണ്ട എന്ന് ഞാൻ വിചാരിച്ചു. കൊന്നിട്ടിപ്പോൾ എന്ത് കാര്യം? ഒരു കാര്യവുമില്ല. എനിക്ക് നഷ്ടപ്പെട്ടു പോയ എൻ്റെ പേരക്കുട്ടിയെ തിരിച്ചു കിട്ടുമോ? ഇല്ലല്ലോ. ഇനി എന്താണെങ്കിലും അത് തിരിച്ചു കിട്ടില്ല എന്ന് ഉറപ്പല്ലേ? പോയതൊക്കെ പോയി മോളെ. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? ഡാ ശേഖര, വാഷൗട്ട് കന്നാലി, നീ നോക്കി നിൽക്കാണ്ട് വേഗം പോയി റെഡി ആവിടെ അങ്ങോട്ട്. അച്ഛാ, ഞാൻ ഈ ഷർട്ടൊന്ന് മാറിയിട്ട് ഇപ്പം അങ്ങോട്ട് വരാട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ശേഖരൻ അപ്പുറം വാഷ്റൂമിലേക്ക് അങ്ങ് പോയി. അപ്പോൾ അവൻ്റെ ഷർട്ടുമൊക്കെ എടുത്തോണ്ട് അപ്പം മഹാദേവൻ തന്നെ കമലയുടെ അടുത്തിരിപ്പുണ്ട്. അടുത്തതിന് കമലയോട് പറയണമല്ലോ, എങ്ങനെയെങ്കിലും പിൻവലിക്കണമല്ലോ ഈ കേസ്. അപ്പം നോക്കിയിരുന്നിട്ട്, മോളെ കമലെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം കേട്ടോ. ശേഖരൻ എത്ര തോന്നിവാസം കാണിച്ചാലും അവനെ നിന്റെ കെട്ടിയോനാ. അത് നീ മറന്നു പോയോ മോളെ എന്ന് ചോദിച്ചു. ഓ, ശരിക്കും പറയട്ടെ, അവന് മസിൽ മാത്രമേ ഉള്ളൂ, ബുദ്ധിയും ബോധമൊന്നും ശക്കല പോലും ഇല്ല എന്ന് പറഞ്ഞാൽ മതി. അവൻ്റെ ഈ ബോധമില്ലായ്മ കൊണ്ട് അവൻ പല തെറ്റുകളും ചെയ്തിട്ടുണ്ട്. അതൊക്കെ ശരി തന്നെയാണ് മോളെ. പക്ഷേങ്കിൽ എന്നാലും നീ ഒരു കാര്യം ഓർക്കണമായിരുന്നു. നീ ഗൗരിയുടെ കൂടെ നിന്നിട്ട് സ്വന്തം ഭർത്താവിനും അമ്മയ്ക്കും എതിരെ കേസ് കൊടുക്കണ്ടായിരുന്നില്ല. അത് വേണ്ടായിരുന്നു മോളെ എന്ന് ചോദിച്ചു. എന്തൊക്കെ ആയാലും അവൻ കെട്ടിയ താലി നിന്റെ കഴുത്തിൽ ഇപ്പോഴും ഇല്ലേ മോളെ? ഇതൊന്നും മോളുടെ തെറ്റല്ലെന്ന് അച്ഛന് നന്നായി അറിയാട്ടോ. ആ ഗൗരി അവളാണ് ഇതൊക്കെ നിന്നെ കൊണ്ട് ചെയ്യിക്കണതെന്നും ഈ അച്ഛനറിയാം. അവക്കെന്തുട്ടാ വേണം? അവക്ക് കുട്ടി ശങ്കറിൻ്റെ കൂടെ ജീവിക്കാൻ പറ്റും. പക്ഷേ നിനക്കോ? നീ ഒന്ന് ചിന്തിച്ച് നോക്ക്. നിന്റെ അവസ്ഥ എവിടെ ചെന്ന് നിൽക്കും മോളെ? സ്വന്തം കെട്ടിയവനെയും അമ്മായിയമ്മയും ജയിലാക്കിയവളാണ് നീയെന്ന് ഇനിയിപ്പോൾ നിന്റെ ബന്ധുക്കളും നാട്ടുകാരും വീട്ടുകാരും ഒക്കെ പറയില്ലേ മോളെ? നിന്റെ അവസ്ഥ എന്തായിരിക്കും? അവരോടൊക്കെ നീ ഇങ്ങനെ എന്ത് മറുപടി ആയിരിക്കും മോളെ നിനക്ക് പറയാൻ പറ്റുക? നീ ഒന്ന് ചിന്തിച്ച് നോക്കിയേ എന്ന് പറഞ്ഞു. അപ്പോൾ കമല ഇങ്ങനെ മിണ്ടാതിരുന്ന് കേൾക്കുകയാണ് കേട്ടോ. മോളെ കമലേ, അച്ഛനൊരു കാര്യം പറയട്ടെ. നീ ഈ കുടുംബത്തിലെ മൂത്ത മരുമകളാ. അത് നീ ആദ്യം വലത് കാല് വച്ച് കയറി വന്നത് ഈ വീട്ടിലേക്കാ. ഇന്നലെ വന്ന ആ ഗൗരിയുടെ വാക്ക് കേട്ട് നീ മോള് ഇതൊന്നും ഇപ്പം ഈ കുടുംബത്തോട് ചെയ്തത് എത്രമാത്രം ശരിയാണെന്ന് മോളൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്നിട്ട് ചിന്തിച്ച ശേഷം പറഞ്ഞാൽ മതി. അതെ, അച്ഛൻ മോളെ കുറ്റം പറയുമെന്നല്ല കേട്ടോ. ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു പേരക്കുട്ടിയുണ്ടാവും എന്നറിഞ്ഞപ്പോഴേക്കും മോളെ ഞാൻ ചേർത്ത് നിർത്തി പിടിച്ച് അടുത്തിരുത്തി ഭക്ഷണം തന്ന ഈ ചാരങ്ങാട്ട് മഹാദേവനാ മോളോട് ചോദിക്കണത്. ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടായിരുന്നു മോളെ? മോളൊന്ന് ചിന്തിച്ച് നോക്ക്. അപ്പോഴേക്ക് കമലയ്ക്ക് ആകെ സങ്കടമായി. കമലയ്ക്ക് ആര് സെൻറ്റിമെൻറ്റ്സ് ആയിട്ട് പറഞ്ഞാലും പുള്ളി ആകെ വീഴുന്നയാളാണ്. മോളെ കമലേ, ദേ ഈ കുടുംബം എന്ന് പറഞ്ഞാൽ എന്താ? അതെ, അത് ഇങ്ങനെയൊക്കെ തന്നെയാണ് മോളെ. അത് നീ ഒന്ന് മനസ്സിലാക്ക. നമ്മൾ ചിലതൊക്കെ ക്ഷമിക്കാൻ തയ്യാറാവുമ്പോഴാണ് സ്നേഹത്തിന് വിലയുണ്ടാവുന്നത്. അതൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്നത്. പിന്നെ ഒരു കാര്യം, ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ എനിക്കറിയാം. എല്ലാം കൈവിട്ട് പോയി കഴിഞ്ഞ കാര്യങ്ങളല്ലേ, സാരമില്ല. അപ്പോൾ അതേണ്ട ശേഖരൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പുറത്തേക്ക് വരികയാണ്. എടാ ശേഖര, നീയേ കമലയോടെ നീ നല്ല രണ്ട് വാക്ക് പറഞ്ഞ ശേഷം ഇറങ്ങി വാ, നമുക്ക് പോവാം എന്ന് പറഞ്ഞു. ചിലപ്പോൾ വല്ലതും പറയാനായിട്ട് നിനക്ക് യോഗം ഉണ്ടായില്ലെങ്കിലോ? പറയാൻ പറ്റില്ലല്ലോ ശേഖര എന്ന് പറഞ്ഞു. എന്നിട്ട് മഹാദേവൻ അങ്ങോട്ടേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. കമല മോളെ, ആരോഗ്യം നന്നായി ശ്രദ്ധിക്കണം മോള് കേട്ടോ എന്ന് പറഞ്ഞിട്ട് മഹാദേവൻ ഭയങ്കര ഷോ ഒക്കെ വെച്ചിട്ട് ഇറങ്ങിപ്പോവാണ്. അപ്പം ശേഖരൻ അടുത്ത് നിന്നിട്ട്, കമലേ മാപ്പ്, എല്ലാത്തിനും ഞാൻ ചെയ്ത എല്ലാ തെറ്റിനും മാപ്പ് എന്ന് പറഞ്ഞ് ശേഖരൻ മാപ്പ് പറഞ്ഞിട്ട് പോവാണ്. എന്നിട്ട് വാതുക്കെ ചെന്ന് നോക്കുമ്പോൾ കമല കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ശേഖരന് ഭയങ്കര സന്തോഷമായിട്ടോ. എടി, ഞാൻ പറഞ്ഞതെല്ലാം നീ വിശ്വസിച്ചല്ലേ? നിനക്കിട്ട പണി ഞാൻ തരാടി, ഇതൊന്ന് ഒഴിവാകട്ടെ എന്നുള്ള മട്ടിലാണ് ശേഖരൻ്റെ നിപ്പ്. പിന്നെ കാണുന്നത് നമ്മുടെ ശങ്കറിനെയും ഗൗരീനെയാണ്. അപ്പോൾ ഗൗരി അടുത്ത് നിന്നിട്ട്, എനിക്കറിയാം ശങ്കറിന് എന്നോട് ദേഷ്യം ഉണ്ടാവുമെന്ന് എനിക്കറിയാം ശങ്കർ. പക്ഷേ എൻ്റെ കൂടെ നിൽക്കാനും ശങ്കറിന് എന്താണെങ്കിലും കഴിയില്ല എന്നും എനിക്കറിയാം. ഞാൻ എന്തു ചെയ്യുമെന്ന് ശങ്കർ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഏട്ടത്തിയുടെ അവസ്ഥ ശങ്കരൻ കണ്ടതല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഏട്ടത്തിയുടെ കൂടെ നിൽക്കുന്നത്.
ഇപ്പോൾ ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണക്കാരി ഞാനാണെന്ന് എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത്. അതും എനിക്കറിയാം ശങ്കർ. വേണമെങ്കിൽ ശങ്കറിനും എന്നെ കുറ്റപ്പെടുത്താം. ഞാൻ കേട്ടോളാം. ഗൗരി, നീ ഒരു കാര്യം ചെയ്തേ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് സംസാരിക്കാനുണ്ട്. നീ ഇവിടെ ഒന്ന് ഇരുന്നേ എന്ന് പറഞ്ഞ് ഗൗരിയെ പിടിച്ച് അടുത്തിരുത്തി ശങ്കറും അടുത്തിരുന്ന് സംസാരിക്കുകയാണ് കേട്ടോ. എന്താ ശങ്കർ? ഞാൻ പറയണത് നീ ഒന്ന് കേൾക്ക്. ഇവിടെ നടന്നതൊക്കെ തെറ്റ് തന്നെയാ. ഒരിക്കലും ഇതൊന്നും നടക്കാൻ പാടില്ല. അതൊന്നും ഇവിടെ നിന്നല്ല, ഒരു കുടുംബത്തിൽ നടക്കാൻ പാടില്ല. എനിക്ക് അച്ഛൻ്റെ അവസ്ഥ ഓർത്ത് നല്ല വിഷമമുണ്ട്. പക്ഷേങ്കിൽ ശങ്കർ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്? എന്താണെങ്കിൽ തുറന്നു പറഞ്ഞോ ശങ്കർ. ശേഖരേട്ട ചെയ്തത് വലിയ തെറ്റ് തന്നെയാ, അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് ഗൗരി. പക്ഷേ ഇതിൽ അമ്മയുടെ ഭാഗത്ത് എന്താ തെറ്റ്? അമ്മ എന്തിനാ ജയിലിൽ പോണത്? നീ അതൊന്ന് പറഞ്ഞേ. ശേഖരേട്ടനോട് കമലേടത്തിയെ തല്ലാനായിട്ട് അമ്മ ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല. നമ്മുടെ അമ്മ അങ്ങനെ ചെയ്യുമോ ഗൗരിയെ? ശങ്കർ പറഞ്ഞു വരുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ശങ്കർ ഒരു കാര്യം മനസ്സിലാക്കാനുണ്ട്. അത് മനസ്സിലാക്കണം. ശങ്കറിനെ അവർ വെറുതെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. കമലേടത്തിയെക്കുറിച്ച് ചെയ്ത തെറ്റിന് അമ്മയ്ക്കും ശേഖരേട്ടനും ശിക്ഷ കിട്ടുക തന്നെ ചെയ്യണം. ഇല്ലെങ്കിൽ ഇനിയും ഈ തെറ്റ് ഇവർ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അത് ആദ്യം ശങ്കർ ഒന്ന് മനസ്സിലാക്കുക. തെറ്റ് ചെയ്യുന്നതിനേക്കാൾ പാപമാണ് അത് മൂടി വെക്കുന്നത്. ഗൗരി, എനിക്ക് നിന്റെ വർത്തമാനം മനസ്സിലാവണില്ല കേട്ടോ. അല്ല, ഞാനെന്തിനാ നിന്നെ മനസ്സിലാക്കണത്? എൻ്റെ കൺമുന്നിൽ കൂടി എൻ്റെ അമ്മ ജയിലിൽ പോണത് കണ്ട് ഞാൻ എങ്ങനെ സഹിച്ചു നിൽക്കണമെന്നാണ് നീ പറയണത്? എൻ്റെ അമ്മയെ ജയിലിലാക്കണം എന്ന് പറഞ്ഞത് നീയല്ലേ? അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണെങ്കിലുണ്ടല്ലോ, ഇന്ന് ഞാൻ പച്ചയ്ക്ക് നിർത്തി കൊത്തിച്ച് കളഞ്ഞാണ് ഞാൻ. എൻ്റെ മുന്നിലൂടെ വിലങ്ങ് വച്ചുകൊണ്ട് പോണത് എനിക്ക് സഹിക്കാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരു വശത്ത് എൻ്റെ അമ്മ, മറുവശത്താണെങ്കിലോ ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന നീ. ഞാൻ എന്താ ചെയ്യുക? ഞാൻ ആരുടെ കൂടെയാണ് നിൽക്കേണ്ടത്? നീ ഒന്ന് പറ. ശങ്കറിൻ്റെ മനോവിഷമം എനിക്ക് മനസ്സിലാവും ശങ്കർ. തെറ്റ് ചെയ്താ എന്ന് പറഞ്ഞു. നിർത്തട്ടെ ഗൗരി എന്ന് പറഞ്ഞ് ചാടി ഇങ്ങോട്ടേക്ക് എഴുന്നേറ്റു. ചാരങ്ങാട്ട് കുടുംബം ഉണ്ടല്ലോ, ചാരങ്ങാട്ട് കുടുംബം, അതെനിക്ക് ഒരുപാട് സ്നേഹം തന്നിട്ടുണ്ട്. പക്ഷെ നിന്നെയും സ്നേഹിക്കുന്നുണ്ട്, അത് നിനക്കും അറിയാം. അത് കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ അത് കുടുംബത്തിൻ്റെ ഇട്ടാവട്ടത്തിൽ ഒതുങ്ങണം. പോലീസും കേസ് കോടതി ഒന്നും എൻ്റെ കുടുംബത്തിൽ കയറാൻ പാടില്ല. എൻ്റെ കുടുംബത്തിൽ തന്നെ അത് തീർക്കണം. അതാണ് ചെയ്യേണ്ടത്. ഗൗരി, ഞാനൊരു കാര്യം നിന്നോട് പറഞ്ഞേക്കാട്ടോ. വേറൊന്നുമില്ല, കേസ് പിൻവലിക്കാൻ തയ്യാറാണെന്ന് ഇപ്പോൾ ഈ നിമിഷം നീ നമ്മുടെ അച്ഛനോട് പറയണം. മനസ്സിലാവുന്നുണ്ടോ? ഓ, നീ പറയില്ലല്ലോ അല്ലേ? നിനക്കൊട്ടുക്കത്തെ വാശിയാണല്ലോ അല്ലേ ഗൗരി? നടക്കട്ടെ, നിനക്ക് എന്നും അങ്ങനെ തന്നെയാണല്ലോ. നിനക്ക് നിൻ്റെ വാശി ജയിക്കണം. ഇപ്പോൾ എന്നാൽ പിന്നെ നീ ജയിക്കുക. പക്ഷെ നീ ജയിക്കുമ്പോൾ നീ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇടയ്ക്കൊരു എന്തെങ്കിൽ ഒന്ന് താന്ന് കൊടുക്കട്ടോ ഗൗരി എന്ന് പറഞ്ഞിട്ട് ശങ്കർ നേരെ പുറത്തേക്ക് ഇറങ്ങി അങ്ങ് പോയി. അപ്പോൾ ഗൗരി ഇങ്ങനെ എന്താ പറയുക, ആരുമില്ലാതെ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അതേണ്ട വേണി അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. ആദർശമുണ്ട് കൂടെ. അപ്പോൾ വേണി ഇങ്ങോട്ട് വന്നിട്ട് നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. എല്ലാവരും എവിടേക്കായിരിക്കും പോയിരിക്കുക? പോലീസ് സ്റ്റേഷനിലേക്കായിരിക്കുമോ? ഈ സമയത്ത് മുത്തശ്ശി മുഴക്കി ഇങ്ങനെ കേൾപ്പിക്കുക കേട്ടോ. അപ്പോൾ വേണി അങ്ങോട്ടേക്ക് വേഗം ചെന്നു. ആദർശമുണ്ട്. നമ്മുടെ മുത്തശ്ശി ഇവിടെ ഉണ്ടായിരുന്നോ? അല്ല മുത്തശ്ശി, നമ്മുടെ ഇവിടെ എന്തൊട്ടൊക്കെയാണ് നടക്കണത്? അപ്പോൾ അതേ ഗൗരി അങ്ങോട്ടേക്ക് വന്നു. ഓ, വന്നോ നീ? ഗൗരിയെ, നീ ചെയ്തത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു വേണി. അപ്പം നേരെ ചാടിക്കടിച്ച് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. ശേഖരേട്ടൻ്റെ കാര്യം അല്ല ഞാനീ പറയണത്. നമ്മുടെ ചേട്ടച്ചാര് വെറും മത്താപ്പാ, അതെനിക്ക് നന്നായി അറിയാം. പക്ഷേ എൻ്റെ അമ്മേനെ പോലീസ് സ്റ്റേഷനിലാക്കണമെന്ന് നിനക്കെന്താ ഇത്ര നിർബന്ധം? വേണി, ആദ്യം എനിക്ക് പറയാനുള്ളത് നീ ഒന്ന് കേൾക്ക്. വേണ്ട കേട്ടോ, ഫസ്റ്റേ ഞാൻ ഇത്തിരി കാര്യങ്ങൾ അങ്ങോട്ട് പറയാം, എന്നിട്ട് നീ പറയണമെന്ന് ഞാൻ കേൾക്കാം. എന്താ, അത് മതിയോ എന്ന് ചോദിച്ചു. ഗൗരി, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെയാണ് ചെയ്തത്? ഏട്ടത്തിയുടെ സ്ഥാനം തന്ന് നിന്നെ ഞാൻ ബഹുമാനിച്ചില്ലേ? നിന്നെ ഞാൻ സ്നേഹിച്ചില്ലേ? അതിനൊക്കെ പകരമായിട്ടാണോ നീ ഇപ്പോൾ ജയിലിലേക്ക് അവരെ വിട്ടത്? വേണി, തെറ്റ് ചെയ്തവർ ആരായാലും ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം. കമലേടത്തിയെക്കുറിച്ച് വേണിയൊന്ന് ആലോചിച്ച് നോക്ക്. എത്ര ക്രൂരമായിട്ടാണ് അവർ കമലേടത്തിയോട് ഇവരൊക്കെ പെരുമാറിയത്. എങ്ങനെ സഹിക്കാൻ പറ്റും? അതിനെക്കുറിച്ച് ഒരു നിമിഷമെങ്കിലും വേണി ചിന്തിച്ചോ? എനിക്ക് ആരെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട കാര്യമില്ലെന്നേ. എനിക്ക് എൻ്റെ അമ്മയുടെ കാര്യം മാത്രമാണ് പ്രധാനം. ബാക്കിയൊന്നും എനിക്ക് പ്രധാനമല്ല. ശേഖരേട്ടനും കമലേടത്തെയും തമ്മിലുള്ള വഴക്ക് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലല്ലോ. അവർ ഭാര്യയും ഭർത്താവുമാണ്. ഭാര്യയും ഭർത്താവും ഒക്കെ ആവുമ്പോൾ തല്ലുണ്ടാവും, വഴക്കുണ്ടാവും എന്നൊക്കെ ഇരിക്കും. അവർ തട്ടിയും മുട്ടിയൊന്നും ഇരിക്കും.
അവർക്കിടയിൽ കുറേ പ്രശ്നങ്ങളുണ്ടാവും. അതിനകത്ത് ഇപ്പം എൻ്റെ അമ്മ എന്ത് തെറ്റാ ചെയ്തത്? നീ ഒരു കാര്യം മനസ്സിലാക്കണം. കാല് വേദന വന്ന് സഹിക്കാൻ പറ്റാതായ സമയത്ത് പോലും കുഞ്ഞിന് ദോഷമാണെന്ന് അറിയാവുന്നത് കൊണ്ട് പെയിൻ കില്ലർ കഴിക്കാൻ പോലും കമലേടത്തി തയ്യാറായിരുന്നില്ല. സ്വന്തം കുഞ്ഞിന് വേണ്ടിയിട്ട് അവരാ വേദന സഹിച്ചു. എന്നിട്ട് അവസാനം എന്താ സംഭവിച്ചത്? അതുമാത്രമല്ല, അതിന് വേണ്ടിയിട്ട് കമലേടത്തി പലതും സഹിച്ചിട്ടുണ്ട്. അത്രയൊക്കെ ഏട്ടത്തി മോഹിച്ചും സ്നേഹിച്ചും കാത്തിരുന്ന ആളെയാ അവർക്കിപ്പം നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആ നഷ്ടത്തിന് നമ്മളുടെ അമ്മയും ഒരു കാരണക്കാരിയാ. ദേ, നിന്റെ ആ പ്രസംഗവും സെൻറ്റ് ഡയലോഗും ഒക്കെ ഏട്ടനോട് മതി കേട്ടോ, എന്നോട് വേണ്ട എന്ന് പറഞ്ഞ് ഉറഞ്ഞ് തുള്ളി നിൽക്കുകയാണ് നമ്മുടെ വേണി. അപ്പോൾ ഇതൊക്കെ കേട്ട ആദർശം ഒരക്ഷരം വേണ്ടിയില്ല, ഇപ്പുറത്ത് മാറി നിന്നതേ ഉള്ളൂ. വേണിയുടെ മനസ്സിലെ സങ്കടവും ഗൗരിയുടെ അവസ്ഥയും ഒക്കെ നമ്മുടെ ആദർശിനറിയാം. ആദർശം മണിമുത്തശ്ശിയും ഇത് കേട്ടിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഇവരൊന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കാം. കമലേടത്തേക്ക് കുഞ്ഞ് നഷ്ടപ്പെടാൻ കാരണം ഒരിക്കലും ശേഖരേട്ടൻ മാത്രമാണ് അതിന് കാരണക്കാരൻ. അത് മനസ്സിലാക്ക്. അത് നീ എന്താ മനസ്സിലാക്കാത്തത്? പക്ഷെ ഗൗരി, നീ ബോധപൂർവം ഇപ്പം എൻ്റെ അമ്മയെ കൊടുക്കാൻ നോക്കുക. എന്താ, ഇതൊക്കെ നമുക്ക് മനസ്സിലാവും ഗൗരിയെ. നമ്മളും അരിയാഹാരം കഴിച്ച് തന്നെയാണ് ജീവിക്കണത്. അത് നിനക്കറിയാലോ അല്ലേ എന്ന് ചോദിച്ചു. നീ എന്താ പറഞ്ഞത്? ബോധപൂർവം കൊടുക്കാൻ നോക്കിയെന്നോ? ഞാനോ എന്ന് ചോദിച്ചോ. വേണി, ഞാൻ എന്തിനങ്ങനെ ചെയ്യണം? അതെ, നീ എന്തുകൊണ്ടിനങ്ങനെ ചെയ്യണം? അത് തന്നെ എനിക്കും അറിയേണ്ടത് എന്ന് പറഞ്ഞു. എൻ്റെ അമ്മയോട് നിനക്ക് എന്തിനാ ഇത്ര അധികം പക? പറ ഗൗരി എന്ന് ചോദിച്ചു. അപ്പോൾ ഇവർ രണ്ടുപേരും ഉറഞ്ഞു തുള്ളുന്ന കേട്ടിട്ട് നമ്മുടെ ശങ്കർ അങ്ങോട്ടേക്ക് വരികയാണ്. വേണി, സത്യം എന്നാന്ന് മനസ്സിലായിട്ടും ഒന്നും മനസ്സിലാവാത്തതുപോലെ വേണി നീ അഭിനയിക്കരുത്. ഈ ഗൗരി, ഇപ്പം അഭിനയിക്കുന്നത് ഞാനല്ല, നീ മാത്രമാണ് അഭിനയിക്കുന്നത്. അത് നീ മനസ്സിലാക്ക. നീ അഭിനയിച്ച് ഒടുക്കത്തെ നന്മമരം കളിക്കാം. അത് വേണ്ടട്ടോ ഗൗരിയെ എന്ന് പറഞ്ഞു. അപ്പം ശങ്കർ അങ്ങോട്ടേക്ക് വന്നു. വേണി, നീ എന്തിനാ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്? ഓ, അത് ശരി. അപ്പം ചേട്ടച്ചാരും കെട്ടിയോടൊപ്പം അല്ലേ? നമ്മുടെ അമ്മയുണ്ടല്ലോ, എൻ്റെ അമ്മ മാത്രമല്ല ചേട്ടൻ്റെ അമ്മയും കൂടിയാ. ആ അമ്മയെ ജയിലിലേക്ക് പോകണം എന്നറിഞ്ഞിട്ട് ഏട്ടനെ ഇവളുടെ സൈഡ് നിൽക്കാൻ നാണമില്ല ഏട്ടാ എന്ന് ചോദിച്ചു. ദേ, ഞാനൊരു കാര്യം അങ്ങ് പറഞ്ഞേക്കാട്ടോ. എൻ്റെ അമ്മയെ കേസിൽപ്പെടുത്താനായിട്ട് ഒരു കാരണവശാലും ഞാൻ സമ്മതിക്കില്ല കേട്ടോ. അങ്ങനെ സംഭവിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേ വേണ്ട. ഗൗരി, മുമ്പേ നിനക്ക് ഈ വീട്ടിലൊരു പ്രശ്നം ഉണ്ടായപ്പോൾ സഹായിക്കാനേ ഓടി വന്നതേ നീ എൻ്റെ ആദർശേട്ടൻ്റെ പെങ്ങളായതുകൊണ്ട് മാത്രമല്ല കേട്ടോ. ഈ ചാരങ്ങാട്ട് മഹാദേവൻ്റെ മരുമകളായതുകൊണ്ട് കൂടി മാത്രമാണ്. അങ്ങനെ ചാരങ്ങാട്ട് വീട്ടിലെ സർവാധികാരിയാണ് രാധാമണി തങ്കച്ചി. ആ അമ്മയെ ഒരു പോലീസും കൊണ്ടുപോവില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അതിന് അനുവദിക്കില്ല എന്ന് പറഞ്ഞു. കമലേടത്തേക്ക് നഷ്ടപ്പെട്ട അവരുടെ കുഞ്ഞിനേക്കാൾ വലുതല്ല ആരുടെയും സർവാധികാരവും കുടുംബത്തിൻ്റെ മാനവും പാരമ്പര്യവും ഒന്നും. അതാദ്യം മനസ്സിലാക്കുക. ഞാൻ ഫൈറ്റ് ചെയ്യുന്നത് മരിച്ചുപോയ ആ കുഞ്ഞിൻ്റെ ആത്മാവിനെങ്കിലും ഒരു നീതി കിട്ടാൻ വേണ്ടിയാ. ആ കുഞ്ഞിന് നീതി കിട്ടിയിരിക്കും. അപ്പോൾ വേണേ തിരിഞ്ഞോ, നീയേ ആ കുഞ്ഞിന് നീതി കൊടുക്കാൻ നോക്കുമ്പോൾ ഞാൻ എൻ്റെ അമ്മയ്ക്ക് നീതി കൊടുത്തിരിക്കാം. ഇത് വേണിയുടെ വാക്കാട്ടോ, വേണിയുടെ വാക്ക്. നമുക്ക് കാണാട്ടോ ഗൗരിയെ എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച് നേരെ നിൽക്കുകയാണ് രണ്ടുപേരും. അപ്പോൾ രണ്ടുപേരും തീജ്വാലയ്ക്കൊത്ത പോലെയാണ് നിൽക്കുന്നത് എന്ന് പറയുന്നതായിരിക്കും ശരി. അതുപോലെ ഫയർ ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.